ചേട്ടാ, ഒരു ചെറിയ ചോദ്യം. സ്കൂളിലൊരു ബസ്സുണ്ട്, പക്ഷെ അത് സ്കൂൾ ബസ്സായിട്ട് ഓടിക്കാൻ പറ്റത്തില്ല. അതെന്താണ്? ഇപ്പോൾ എന്നിട്ട് വലപ്പിക്കണമെന്ന് തന്നെയാണ്. ഇത്രയും വലിയ പാടോട്ടാണ് ഇതിനൊക്കെ ഉത്തരങ്ങളൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചത്. സ്കൂളിലൊരു ബസ്, കൊനട്ട് ചോദ്യം. സ്കൂളിലൊരു ബസ്, എന്നാൽ ആ ബസ്സിനെ ഓടിക്കാൻ പറ്റില്ല. ബസ്സിനെ ഓടിക്കാനൊക്കത്തില്ല, ബസ് ഓടേ ഉള്ളൂ. അല്ല, ബസ്സിനെ ഓടിക്കാൻ പറ്റില്ല. ഓടിക്കാൻ പറ്റാത്ത ഒരു ബസ്. അതാണ് ഞാൻ തോറ്റു. തുന്നമ്പാടി പറയട്ടെ? സിലബസ്. സിലബസ് അത് ഓടിക്കാനില്ല. അപ്പോ സവാരി ഗിരിഗിരിയിൽ 4ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഹരികൃഷ്ണനോടൊപ്പം ഒളിച്ചോടുന്ന ഗംഗ തൻ്റെ പണവും സ്വർണവും അടങ്ങിയ പെട്ടി നഷ്ടപ്പെട്ടതിന് ശേഷം വന്നിറങ്ങുന്ന സ്റ്റേഷൻ ഏതാണ്? എ മാംഗ്ലൂർ, ബി പനവേലി, സി ഉടുപ്പി. അതുപോലെ മാംഗ്ലൂര്, പനവേലി, ഉടുപ്പി. ഉടുപ്പി. മംഗലാപുരത്തിനടുത്തുള്ള സ്ഥലം. അതെ, ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്. പോയിട്ടുണ്ടോ? എന്ത് രസമാണ്, കാരണം അവിടെ മുഴുവൻ പശുക്കളാണ് അതിനകത്ത്. അതെ അതെ. ആ പശുക്കളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൃഷ്ണനെ തൊഴണോ അതോ പശുവിനെ തൊഴണോ എന്ന് നമുക്ക് സംശയം തോന്നും. അത്ര ഭംഗിയുള്ള പശുക്കളാണ്. അവിടെ അഭിഷേകമായിട്ട് തരുന്ന നല്ല പാലാണ്, ഒരു ഗ്ലാസ് പാലാണ് നമുക്ക് തരുന്നത്. അതെ അതെ. പോവാൻ വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ ഈ ഒരു ഇപ്പോഴത്തെ കോവിഡിന് തൊട്ട് മുമ്പ് ഞാനും വൈഫും കൂടെ ഇപ്പം മോൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ 2 പേര് മാത്രമായതുകൊണ്ട് എല്ലാ അമ്പലങ്ങളിലും പോവുക പതിവാണ്. മുമ്പത്തേക്കാൾ കൂടുതൽ ഇപ്പോൾ വെറുതെ ഇരിക്കുന്നുണ്ട്, വർക്കില്ലാതിരിക്കുമ്പോൾ 2 പേരും കൂടെ ഇറങ്ങി അങ്ങ് തിരിക്കും. വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് തിരിച്ചാൽ കുറേ അമ്പലങ്ങളൊക്കെ കണ്ട് തിരിച്ചു വരും. അതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി. അപ്പം സി ഉടുപ്പി ഞാൻ എടുത്ത് വെച്ച് പൂട്ടിയിരിക്കുകയാണ്, അവിടെ ഇരിക്കട്ടെ. പക്ഷെ ഇപ്പം വേറൊരു കാര്യം എന്താണ്, നമ്മൾ ഈ അമ്പലം ഇതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പ്രേക്ഷകർ വിചാരിക്കുകയാണ് ഇവരെന്തോന്ന് അമ്പലക്കഥകൾ പറഞ്ഞോണ്ട് ഒരു കുസൃതി ചോദ്യം ഒന്നുകൂടെ ചോദിച്ചൂടെ. വീണ്ടും എന്നിട്ട് വലയ്ക്കാനാണ് പരിപാടി. കാരണം ഞാൻ ഈ നേരെ പോകുന്നുള്ള ആൾക്കാർ കുസൃതിത്തരങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് അതിപ്പോ ഇല്ല, പണ്ടില്ലായിരുന്നു. പണ്ടുണ്ടായിരുന്നു, അന്നൊക്കെ ഉത്തരങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടുന്ന് നോക്കുമ്പം ചന്ദ്രനിലേക്കാണോ അതോ അമേരിക്കയിലാണോ ദൂരെ കൂടുതൽ തോന്നുന്നത്? ചന്ദ്രനിൽ. അമേരിക്ക പോയിട്ടുണ്ടല്ലോ. അതെ അതെ. പിന്നെ ഇവിടുന്ന് നോക്കുമ്പം അമേരിക്കയിലാണോ അതോ ചന്ദ്രനിലേക്കാണോ ദൂരെ കൂടുതൽ തോന്നുന്നത്? നമ്മള് അമേരിക്ക. എനിക്ക് കൂടുതൽ ദൂരമായിട്ട് തോന്നിയിട്ടുള്ള അമേരിക്ക. ചന്ദ്രനിൽ പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് അറിയാം. പക്ഷെ കഷ്ടകാലത്തിന് ഉത്തരം ശരിയാണ്. ആണോ? പക്ഷെ അതല്ല അതിന്റെ കണക്ക്. നമുക്ക് ഇവിടെ നിന്നാ ചന്ദ്രനെ കാണാമല്ലോ, അമേരിക്കയെ കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അമേരിക്ക എന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു. ഓക്കെ, അപ്പൊ സി ഉടുപ്പി ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ചേട്ടാ, നമ്മുടെ 3ാമത്തെ സെക്ടറിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ആ ഒരു ചോദ്യം, നോ ഓപ്ഷൻസ്. 10 സെക്കൻഡ് നമ്മുടെ വിഷ്വൽ വരും, അതിനകം ആ ഉത്തരം നൽകണം. ഓക്കെ, റെഡിയല്ലേ? റെഡിയാണോ? ആയിക്കോട്ടെ. രാജമാണിക്യം, ചോദിക്കട്ടെ? ചോദിക്കാം. പുലിവാൽ കല്യാണം എന്ന സിനിമ എഴുതിയിരിക്കുന്നത് ആരാണ്? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 10, 9. ഉദയകൃഷ്ണൻ സിബി ആണ്, അവർ തന്നെയാണ്. സമയം കഴിഞ്ഞു. ഉദയകൃഷ്ണൻ സിബി.
കാരണം പറയാൻ കാരണം ഇപ്പം ഞാൻ അഭിനയിച്ച മോഹൻലാൽ പടത്തിൻ്റെ എഴുത്ത് കഥ എഴുതിയിരിക്കുന്നത് അവരാണ് ഉദയകൃഷ്ണനാണ്. അപ്പോൾ കാരണം ഇപ്പോൾ ഈ ഷൂട്ടിംഗ് തുടങ്ങിയ ദിവസം മുതൽ എപ്പോഴും ഉദയനുമായിട്ട് നമ്മൾ അടുത്ത് സംസാരിക്കും. ഈ പടത്തിൻ്റെ കാര്യങ്ങൾ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആറാട്ട്. അപ്പൊ പ്രിയ പ്രേക്ഷകരെ, ഇത് പ്രേമനല്ല, പുലിയാണ്. So congratulations, you won 20,000 rupees. നോക്കൂ, ഇപ്പൊ തന്നെ പണം അക്കൗണ്ടിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു. അതാണല്ലോ ഇതിന്റെ ഒരു ഇത്